ഇന്നുണ്ടല്ലോ നമുക്ക് അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബക്ലാവയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റിന് കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് ടൈം ഞാൻ തയ്യാറാക്കി നോക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ സാധാരണ ഞാൻ ഒരു റെസിപ്പി ഇടുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും. അത് കൊള്ളാമെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത് വീഡിയോ ആക്കി എടുത്തിടാറുള്ളൂ സാധാരണ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് വേണം, ഇത് ചെയ്താൽ ശരിയാവും. അപ്പോൾ ഇതെനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. സത്യം പറഞ്ഞ ഒരു ഷീറ്റ് ഞാൻ വാങ്ങിച്ചു തന്നെ പപ്സ് ഉണ്ടാക്കുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാണ് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതിന്. അപ്പോൾ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഒരു പേസ്റ്റ് ഷീറ്റ് ഞാൻ എടുത്തിട്ട് നോക്കിയ സമയത്താണ് മനസ്സിലായത് ഇത് സംഭവം ബക്ലാവ ഉണ്ടാക്കുന്ന ഷീറ്റാണെന്നുള്ളത്. പിന്നെ ഞാൻ കുറേ അറബിക് ചാനലിലും കുറേ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാൻ അതവിടെ ഒരു ഗ്ലാസ് ട്രേ ആണിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ ഞാൻ അവിടെ ഒരു കപ്പോളം ബട്ടർ ഒന്ന് എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത്, ട്രേ ആണ് എടുക്കുന്നത്, അതിൻ്റെ അളവിന് വേണം ഈ ഒരു ഷീറ്റ് ഒന്ന് മുറിച്ചൊന്ന് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ട്രേയുടെ ഒരു അളവിനൊന്ന് ഷീറ്റൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്ര പെർഫെക്ഷൻ ഇല്ലാത്ത ഒരു ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തത്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൊണ്ട് ഞാൻ ഒന്ന് കുറച്ചൊന്ന് ഇതായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു, ശരിയാവും ഇതെങ്ങനെയാണോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ മൊത്തത്തിലൊരു 22 ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 11 ലെയർ ആദ്യം വെച്ചു, പിന്നെ ഒരു 11. അപ്പോൾ ഈ ഒരു 11 ലെയർ വയ്ക്കുമ്പോഴും ഓരോ ഷീറ്റ് വയ്ക്കുമ്പോഴും അതിൻ്റെ മുകളിൽ നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ ഒന്ന് പുറത്തൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോന്നിട്ട് അടുക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യത്തെ ഒരു 11 ലെയർ ഷീറ്റും ഞാൻ ഇതുപോലെ ഒന്ന് ബട്ടർ ഒന്ന് പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ലെയർ ഫുള്ളായിട്ട് തന്നെ ഈ ഒരു പിസ്താഷ്യോ ഉണ്ടല്ലോ ഒന്ന് പൊടിച്ചെടുത്താണ്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് തരിതരിപ്പൊടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാക്കും. അതും കൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് തന്നെ അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്കിതാ കുറച്ച് മെൽറ്റഡ് ബട്ടർ വീണ്ടും അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള 11 മൊത്തം ഒരു 22 ലെയറാണ് കേട്ടോ ഈ ഷീറ്റുള്ളത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള 11 ലെയറും ഓരോന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്കിതുപോലെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിൽ അടുത്ത ഷീറ്റ് വെച്ചെടുക്കും. ഭയങ്കര തിന്നായിട്ടുള്ള ഷീറ്റാണത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതുപോലെ വെച്ചിടണം. നമ്മൾ ഓരോ ഷീറ്റ് വയ്ക്കുമ്പോഴേ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമായിട്ട് എനിക്കത് അത്ര വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ച് പോയതായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഓരോന്ന് ഞാൻ ഇങ്ങനെ വെച്ചു. അപ്പോൾ എനിക്ക് കറക്റ്റ് നമ്മൾ ആ ഒരു ഷോപ്പിൽ നിൽക്കുന്ന വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കിത് ബേക്കായി കിട്ടുന്ന സമയത്ത് നമുക്കിത് എടുക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് എടുത്ത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അടിഭാഗം വരെ ഒന്ന് നന്നായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങനെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 9 ഇഞ്ചിൻ്റെ ഒരു ഗ്ലാസ് ട്രേ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തതാണേ. അപ്പോൾ നമുക്കൊരു ഇപ്പം 22 ലെയർ ഷീറ്റ് വെച്ച് ഒരു 33 ലെയർ അങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഹൈറ്റ് കൊടുക്കാം. പിന്നെ വീണ്ടും നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ആ ഒരു മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബട്ടർ ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഓവൺ ഒരു 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ബക്ലാവ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അതായത് ഒരു 30 മിനിറ്റ് 150-ലോ 200 ഡിഗ്രിയിലോ വെക്കാം. അപ്പോൾ നന്നായിട്ട് ആ ഒരു പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കളറൊന്ന് മാറി വരണം. അതൊരൊന്ന് വെയിറ്റ് ചെയ്യണേ. നമുക്കിതിലേക്ക് വേണ്ടിയുള്ള ഷുഗർ സിറപ്പും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ലൊരു ഹണി കൺസിസ്റ്റൻസി പോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ബക്ലാവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പുറം ഭാഗമൊക്കെ നന്നായിട്ട് കളർ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ആ ഒരു ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കട്ടി കൂടുതലാകാനും പാടില്ല, എന്നാൽ തീരെ കുറഞ്ഞ ഒരു വെള്ളം പോലെ ആകാനും പാടില്ല. ആ ഒരു പാകത്തിലാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടോടുകൂടി ഷുഗർ സിറപ്പിനും അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുമ്പം കുറച്ചും കൂടെ നല്ലൊരു തിക്കൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. കറക്റ്റ് ഒരു ഹണി കൺസിസ്റ്റൻസി ആവും. ഇപ്പോൾ ചെറിയൊരു ചൂടുള്ളതാണ് കുറച്ച് ലൂസായിട്ട് നമുക്ക് തോന്നുന്നത്.
അപ്പോൾ അത്രയും ഞാൻ ചൂടാക്കി വെച്ചതായിരുന്നു. പിന്നെ ഒന്നും കൂടെ ഒന്ന് ഒഴിക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബക്ലാവ ഓൾറെഡി നല്ല ചൂടാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്കും ചെറിയൊരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് അവർ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പിസ്താഷ്യോ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓരോന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് വെച്ച് കൊടുക്കാം. ചൂടോട് കൂടിയോ തണുത്തിട്ടോ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഇത്രയും ഷുഗർ സിറപ്പ് ചേർക്കുന്നുണ്ടെങ്കിലും അങ്ങനെ വലിയ മധുരമുള്ളതായിട്ട് തോന്നില്ല. നമ്മളൊരു എന്താ പറയാനും അത്യാവശ്യം മധുരം തന്നെയാണ്, വലിയ ഓവർ മധുരം എന്നൊന്നും പറയാനില്ല. മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ, അല്ലാത്തവർക്ക് ഇത് ഓവർ മധുരമായിട്ട് തോന്നും. അപ്പോൾ അതാ ഇതിന് രണ്ടാമത്തെ പ്രാവശ്യം തയ്യാറാക്കി അങ്ങനെ കണ്ട കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇപ്പം ഒരു പ്രാവശ്യം തയ്യാറാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഐഡിയ ഏകദേശം പിടി കിട്ടി. പിന്നെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിട്ട് ഉണ്ടായ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ വേണമെന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കും, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.